ഒരു വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ ഇവിടെ ഈ ഒരു ഉദ്ഘാടന പരിപാടിയിലേക്ക് നമുക്ക് ആദ്യമേ സ്വർണ്ണ വ്യാപാരം അല്ലെങ്കിൽ സ്വർണ്ണ ആഭരണ വ്യവസായം മാറ്റങ്ങളിൽ നിന്നും മാറ്റങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാനിന്നിവിടെ ഒരു അക്കാദമി എന്ന നിലയിൽ സ്വർണ്ണ വ്യാപാരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വിഷയത്തിൽ നമ്മളെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന ഒരു അക്കാദമി എന്ന നിലയിൽ ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഇങ്ങനെ ഒരു അക്കാദമിക്ക് തുടക്കപ്പെടുന്നത്. മാറ്റങ്ങൾ കൊണ്ട് പുതിയ പുതിയ ഉൾക്കൊള്ളാൻ പറ്റുന്നതും അല്ലാത്തതുമായ മാറ്റങ്ങൾ നമ്മുടെ ചെറിയ സമൂഹത്തിന് പ്രാപ്യമാകുന്ന രീതിയിലേക്ക് ഈ ഒരു അക്കാദമി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം എന്നെ ക്ഷണിക്കാനായി വന്നിരിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി ഞാൻ ഇവിടെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ സ്വർണ്ണ വ്യാപാരത്തിൽ എന്ത് എന്നതിനെ പറ്റി അവർക്കൊരു ധാരണയും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവര് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലഭ്യമാകുന്ന ട്രെയിനിങ്ങുകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരു ഷോപ്പിലെ സെയിൽസ്മാൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു മാനേജർ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി മാത്രമേ അവർക്ക് ഇപ്പോൾ ട്രെയിനിങ് ലഭിക്കുന്നു. ഇവിടെ ഈ അക്കാദമിയിൽ കൂടി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഇത് പറയുന്നത് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന നിലയിലേക്ക് ഈ അക്കാദമിക്ക് വേണമെങ്കിൽ മാറാൻ കഴിയും. ഒരു തലമുറ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഡിഗ്രി ലെവലിലാണ്, ചിലപ്പോൾ അത് PG ലെവലും ആയിരിക്കാം. ആ ലെവലിൽ പുറത്തു വരുന്ന ഒരു തലമുറയെ ഒരു പുതിയ തൊഴിലന്വേഷകർ എന്ന നിലയിൽ അവരെ എവിടെയെങ്കിലും പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ഒരു വ്യാപാരം എന്ന നിലയിൽ സ്വർണ്ണ വ്യാപാരത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനും അവിടെ നിന്ന് അവിടേക്ക് ഇവിടെ വന്ന് ഒരു ട്രെയിനിങ് കിട്ടി 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞ് അല്ലെങ്കിൽ 2 കൊല്ലമോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ടൊരു ജോലി അവരുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു സംവിധാനം ഈ അക്കാദമിക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി അവര് പുതിയ കോളേജുകളും പുതിയ സ്ഥാപനങ്ങളിലും ഒക്കെ ട്രെയിനിങ് നടത്തുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി അവർ